നമ്മുടെ സ്ഥലത്തിന്റെ അപ്പുറത്തുള്ള സ്ഥലമില്ലയോ? അതിന്റെ ഉടമസ്ഥനെ ഞാൻ ഇന്നലെ കുളിച്ചേച്ചും വരുമ്പോ കണ്ടു. ഉടമസ്ഥൻ ഒരു തമിഴൻ വടിവേലും. വടിവേലാണോ വേലുവടിയായോ എന്തോ. അയാള് പറഞ്ഞു ഇന്ന് വരെ ആ പരിസരത്ത് ഒരു പന്നി വന്നിട്ടില്ല. നമ്മുടെ മരുത് പറഞ്ഞ അവിടെ പന്നിയുടെ ശല്യം സ്ഥിരമായിട്ടുണ്ടല്ലോ. വടിവേൽ ഇങ്ങനെ പറഞ്ഞു. അല്ല നമ്മുടെ മരുത് എവിടെ പോയി? കുറച്ച് ദിവസമായിട്ട് അവനെ കാണാനേ ഇല്ലല്ലോ. കൂലിയിലൊക്കെ ജോലിയല്ലേ, മര്യാദ കാണാം. അത് ശരിയാ. അല്ല യൂറി എത്തിയോ? ലോറി ഇന്നലെ പുറപ്പെട്ടിട്ടുണ്ട്, ഒരു അരമണിക്കൂറിനകം എത്തും. യൂറിയ വരുമ്പോഴേക്കും നമുക്കൊന്ന് യൂറിയം പാസ് ചെയ്യാം. ബാ. ആ കാക്കി ടൗസർ കണ്ടിട്ട് നല്ല പരിചയമുണ്ടല്ലോ. മരുതല്ലേ ഇത്? ആണോ? ഇവനിത് എന്ത് പറ്റി? അല്ല മാറ്റി അവന്റെ തുണി മാറ്റാ. എന്നാത്തിനാണ് നീ ഞങ്ങളെ കണ്ടപ്പോ ഓടിയേ? ഞാൻ പാക്കലേ. നീ പാത്തു? നീ എന്താ പേടിച്ചോടിയേ? അപ്പൊ നീ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. എന്താണ് നിന്റെ അതേ നിലവിളി? അന്ന് വെടിവെച്ച് കേട്ട അതേ നിലവിളി. താണ്ടേ ഇവരാ നമ്മുടെ വാഴകൾ പിടിച്ചു കളഞ്ഞ കള്ളപ്പന്നി. പിന്നെ മാമൻ ഏതൊരു തെണ്ടി പളനിച്ചാമി, അവനത്ര കൂലി വാങ്ങണമെന്ന് പറഞ്ഞ് ഇവനും കൊണ്ട് പണിക്ക് വിട്ടത്. ഇവിടെയുള്ള ഓർമ്മമാരെ സിമെന്റ് അടച്ച് ഇപ്പത്തെ വാഴയും പിഴുതു. പൊന്നെ പരട്ടെ, കൂടെ ഒന്ന് ചതിക്കായിരുന്നല്ലടാ. അപ്പൊ ഇവിടെ ഉറവുണ്ടായിരുന്നോ? ഉണ്ട് ചായ. ഞാൻ കാട്ടിക്കൊടുക്കറുങ്ക, ദയവ് ചെയ്ത് എന്നെ കൊല്ലാടുക്ക. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് സംശയമുണ്ട്. എവിടാ ഉറവ? ഉറവ അങ്ങ ഇരിക്കുങ്ക. ഇവൻ ഉറവ കാണിക്കുമ്പോഴേക്കും നമുക്ക് ഇച്ചിരി പണിയുണ്ട്. ഒന്നിങ്ങ് വന്നേ. എന്നടാ എന്നടാ? അതൊക്കെ വന്നിട്ട് പറയിച്ചായ. വാ പറഞ്ഞ ഞുണ്ടിക്കാലാ. നീ ഇതിലെങ്ങനെ ഇറങ്ങി? വരക്കൂടാതെ കിട്ടിയ വരക്കൂടാതെ 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 വരും വരക്കൂടാതെ വരക്കൂടാതെ എന്നാ ചതിയകുമാരി ചെയ്തു? ഇത്രയും വെള്ളം ഇവിടെ ഉണ്ടായിട്ട് കൊള്ളാം. ഒന്ന് ഓടി വേഗം വാടാ. വെള്ളമല്ല, ഒരു പുഴ തന്നെയുണ്ട് ഇവിടെ. என்ன வலி இது? தாங்க முடியலே. പഴനിസ്വാമി അല്ലേ അത്? ഇല്ല, പളനിസ്വാമി ഇല്ല, വേറെ ആള്. വേറെ ആളല്ലോ, ഇത് പഴനിസ്വാമി തന്നെ. നീയാ? ഞാൻ നനച്ച നീ വേറെ ആളെന്ന്. അയ്യോ, ഇതെന്നാ പറ്റി? വല്ലയിടത്ത് ഉരുണ്ട് വീണോ? ഉരുണ്ട് വീണ് വീണ്. എങ്ങനെ എങ്ങനെ? പോകുമ്പോതേ പശു ഇല്ല, പശു காளா எதிரே வந்தது. அது ஒரே ஷவுட், அப்படியே கீழே விழுந்தது. வரட்டுமா? அம்மா. ஏது காளையா சவுட்டியது? அவளுக்கு எப்படி தெரியும்? பசுமாடு நெற்றி மேல பேர் எழுதி ஒட்டி வச்சிருக்கா. ആരുടെ പശുമാടാണെന്നാ ചോദിച്ചത്. ആരുടെ പശുമാടാണ്? ഉനക്ക് എന്നാ? ആളെ വിട, ആളെ വിടമ്മാ. അമ്മാ. ஆமா, ஒரு விஷயம் கேட்கட்டுமா? என்னதா? எனக்கு ஒண்ணுமே தெரியாது. ஆனா இந்த ஊரிலே எல்லாரும் சொல்லணும், அது சரியா இல்லையான்னு உனக்கு தெரியும். நான் நம்பல, ஆனா மத்தவங்க எல்லாம் சொல்லணும். ரெண்டு பேருக்கும் சேர்ந்து ஒரு பொண்டாட்டியா? என்ன? சாண்டி மைக்கேல் அண்ணன் தம்பி தானே. அங்க பூச்சக்கண்ணி இல்லையா, மேரி, அவளு வந்து
രണ്ടാൾക്കും ഭാര്യ. அந்த வேலை பண்ற இடத்துல சாண்டியும் மேரியும் என்னென்னமோ தப்பு செய்யணும். யாரோ கண்டு. எதுக்கு இந்த மாதிரி அயோக்கிய பசங்களுக்கு வீடு வாடகை கொடுக்கணும்? இடத்தை காலி பண்ண சொல்லு. போகாம வர. இல்லைன்னா கெட்ட பயில் உனக்கும் வந்துடும். வரட்டுமா? நல்ல வலி இருக்கா மாமா? என்னமோ இருந்தாலும் நான் உனக்கு மாமா தானே, காட்டி கொடுக்கலாமா? என்ன இந்த கதியாக்கிட்டியே? பாரு, நீ நல்லா பாரு, அந்த அயோக்கிய பசங்க என்னை கஜா முஜா அடிச்சாச்சு. மன்னிச்சிடுங்க மாமா. உண்மையை சொல்லலைன்னா அந்த சாண்டி சண்டாளன் என்ன உயிரோட விட மாட்டேன்னு சொன்னேன். வெடிகுண்டு பட்ட இடம் பார்த்து பார்த்து ஒதுச்சாச்சு மாமா. ஆனா கூட நீ உண்மையை சொல்லி இருக்க கூடாது. இனிமே சொல்லிட்டு என்ன பிரயோஜனம்? நடக்க வேண்டியது நடந்தாச்சு. நானும் தப்பு பண்ணிட்டேன். நீ வெடிகுண்டு பட்டு பெறாப்பாடுபடும் போது உன்னை நாயா அலைய விட்டேனே, அதுக்கு கடவுள் கொடுத்த தண்டனை இது. மன்னிச்சிடுறா. அப்படி சொல்லாதுங்க மாமா. உங்களுக்காக நான் உயிரை கொடுப்பேன். நீங்க தான் மன்னிக்கணும். சரி சரி, நம்ம விதி. இனிமே இந்த மாதிரி தப்பொன்னும் பண்ணக்கூடாது. சரி மாமா. ஆனா அந்த சாண்டியை நாம் சும்மா விட மாட்டேன். அவரை வேரோட அழிக்கல, நான் பழனிசாமி கவுண்டர் கிடையாது. அவங்கள ஒண்ணும் பண்ண முடியாது மாமா. வாய முடுறாயே. നീ ഇവിടെ വന്ന് കിടക്കുവന്നോ? എടാ വെയിൽ വാങ്ങി പണിക്ക് പോകണ്ടായോ? അതിച്ചായ മേലെ ആസകളൊരു വേദന. ഇച്ചിരി കുഴമ്പിട്ടൊന്ന് കുടിക്കണം. ഉച്ചയാകുമ്പോ ഞാൻ എത്തേക്കാം. അത് മതി അത് മതി. മേല് വേദന ഒന്നും വെച്ചോണ്ടിരിക്കണ്ട. എടി മേരിയേ, എന്നതാ ചായ? താണ്ട ഇവന് നല്ല സുഖമില്ലെന്ന്. നീ വേഗം റെഡിയാ, നമുക്കങ്ങ് പോവാം. വാ. എന്തുവാ അസുഖം? അത് മേല് ഭയങ്കര വേദന. അതോ വേറെ വല്ല പരിപാടി ഇട്ടിട്ടുണ്ടോ? ആ, ഇതാ കുഴപ്പം. നീ എന്നെ എപ്പോഴും ഇങ്ങനെ ചുമ്മാ സംശയിക്കുമ്പോഴാ എനിക്ക് ചീട്ട് കളിക്കാനും കള്ളു കുടിക്കാനൊക്കെ തോന്നുന്നേ. അല്ലെങ്കിൽ കുടിക്കത്തേ ഇല്ല അല്ലയോ? ഞാൻ ഇനി സംശയിക്കുന്നില്ല. എന്നാലെങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കുമല്ലോ. ഞങ്ങൾ ഇറങ്ങുവന്നേ. വേഗം വന്നാ. ഇവനിങ്ങനെ പോയാ എന്നെ അടുക്കും എനിക്കറിയത്തില്ലേ. ഇച്ചായം വന്ന പിന്നെ ഉഴപ്പിച്ചിരി കൂടുതലാ. എന്നാടി കയ്യേ? ഓ, അതെ തന്നെ പൊടിയാ. அந்த மருதனுக்கு போய் சொல்லணும். அவன் வேலை பண்ணிட்டு இருக்கும் போது ஒரு நாள் காட்டுக்குள்ள அவன் ஒண்ணுக்கு போனேன். அப்போ அவன் கண்ணாலே பார்த்தேன், அந்த சாண்டி வந்த மேரி இவங்க தப்பு பண்ணிட்டு இருக்கேன். இந்த விஷயம் தெரிஞ்சுதான் அந்த மைக்கேல் குடுக்காருனானது தெரியுமா? அவன் மன நிம்மதியே இல்லை. ஆனா அந்த சாண்டியை ஒன்னும் பண்ண முடியாது. அவன் ஒரு கொலைக்காரன். இந்த மாதிரி திருட்டு பசங்களை இந்த ஊரிலே வாழ விடக் கூடாது. அதுதான் நான் சொல்றேன். തോട്ടത്തിലെ വേലയ്ക്ക് ആളിരിക്കെ. കളി എവിടം വരെ തോമസേ? കളിച്ച് കളിച്ച് നാട്ടുകാർക്ക് മൊത്തം നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലോ കേൾക്കുന്ന മൈക്കിളെ. എന്നാടാ അറിയത്തില്ലയോ? പറയാ എങ്ങനെ അറിയുന്നു? ഇതൊക്കെ എങ്ങനെയാ പറയുന്നേ? എന്നാടാ സംഭവം? ചേട്ടനായാലും അനിയനായാലും ഇതുപോലെ തെമ്മാടുത്ത കാണിച്ചാൽ തല്ലിക്കൊല്ലണം. തന്റെ കെട്ടിയോളും ചേട്ടച്ചാരുമായിട്ട് എന്നതാ ഇടപാട്? ഇടപാടോ? നാട്ടിലൊക്കെ പാട്ടായിരിക്കുക. എന്തോന്ന്? തന്റെ ഭാര്യയ്ക്ക് ചേട്ടച്ചാരുമായിട്ട് അവിഹിതം ഉണ്ടെന്ന്. എന്നതാടാ പറഞ്ഞു? തെമ്മാടിത്തരം പറഞ്ഞ നാവ് ഞാൻ പിടിച്ചെടുക്കും. என்னங்க ஓசி அனுப்பின யாருங்க? ஒரு லெட்டர் இருக்கு. அந்த பையனுக்கு ஒரு கத்து இந்தாங்க. ആരാടാ? ഫ്രം അഡ്രസ് ഇല്ല. കയ്യക്ഷരം കണ്ടിട്ട് തൊമ്മിക്കുഞ്ഞാണെന്നാ തോന്നുന്നു. തൊമ്മിക്കുഞ്ഞിന് തന്നെയാ. എന്നതാ വിശേഷം? പൊട്ടിക്കട്ടാ.
പ്രിയമുള്ള ആന്റപ്പനും കുട്ടപ്പായും മൊയ്തിനും വായിച്ചറിയാൻ വേണ്ടി തൊമ്മിക്കുഞ്ഞ് എഴുതുന്നത്. നിങ്ങൾ സങ്കടപ്പെടരുത്. ചാണ്ടിച്ചായന് കഴിവതും ഈ കാര്യം അറിയിക്കുകയും ചെയ്യരുത്. നമ്മുടെ കോര സാറ് കിടപ്പിലായി ആന്റപ്പ. മിനിയാന്ന് തച്ചമ്പലത്ത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. 5 മണിക്കൂർ നേരം കോരസാറ് പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് കോരസാറിന് എന്തോ ഒരു അസ്കിത തോന്നിയത്. എന്തോ ഒരു വിമ്മിട്ടം പോലെ തോന്നണ തൊമ്മിക്കുഞ്ഞെ കാർ ഏതെങ്കിലും ആശുപത്രിയിലോട്ട് വിടുമെന്നോട് പറഞ്ഞു. കോരസാറ് ഇപ്പൊ ഐസിയുവില്ല. ചാണ്ടിച്ചൻ ഈ വിവരം അറിഞ്ഞാൽ ബഹളമുണ്ടാക്കും. അവിടുത്തെ കാര്യങ്ങളെല്ലാം ഇട്ടച്ച് ഓടി ഇങ്ങ് പോരും. അതുകൊണ്ട് പുള്ളിക്കാരനെ അറിയിക്കണ്ടെന്നാ പറഞ്ഞത്. കർത്താവിന്റെ അനുഗ്രഹത്തിൽ കോരസാറിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ കോരസാറിന്റെ രോഗകാര്യം കൂടി ഉണ്ടാവട്ടെ എന്ന് ആശിക്കുന്നു എന്ന് സ്വന്തം തൊമ്മിക്കുഞ്ഞ്. എന്റെ ഈശോയെ ഈട്ടിത്തടി പോലെ ഇന്ന് കോരസാറിന് തന്നെ പറ്റിയതാ. നമുക്ക് ഉടനെ പുറപ്പെടാൻപ്പ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ചാണ്ടിച്ചാന്റെ വിവരം അറിയിക്കണ്ടായോ? അത് വേണ്ട. തൊമ്മിക്കുഞ്ഞ് പറഞ്ഞ പോലെ ചാണ്ടിച്ചൻ തളർന്നു പോകും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. നമുക്ക് ഉടനെ പോയി വെക്കും. വാ വാ. നിങ്ങളെല്ലാരും കൂടെ എങ്ങോട്ടാ കെട്ടും കിടാറൊക്കെ ആയിട്ട്? മൊയ്തിക്കട പെങ്ങള് സൂറി ഉണ്ടല്ലോ, അവൾക്കൊരു കല്യാണാലോചന. ആന്നോ? നല്ല കാര്യം. പക്ഷെ അവൾക്ക് അതിനുള്ള പ്രായമായോടാ പോയി. ആയി. അവക്കിപ്പം വയസ്സ് 10 പതിനെട്ടായി. പക്ഷെ കണ്ടാ തോന്നുന്നില്ല. അല്ല, കല്യാണം ആലോചനയല്ലേ ആയുള്ളൂ. അതിന് മോദി മാത്രം പോയാ പോരെ? എല്ലാരും കൂടെ കല്യാണത്തിന് 4 ദിവസം മുമ്പ് നമുക്ക് ചേർന്നങ്ങ് പോവാ. അല്ല, മൊയ്തിക്ക പോണെന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ആശ. എങ്കിൽ പിന്നെ നാട്ടിൽ പോയി അമ്മച്ചിനൊന്നും കണ്ടിച്ചു വരാലോ. ഇവന്മാർ രണ്ടുപേരും പോകുമ്പോ പിന്നെ ഞാൻ മാത്രമായിട്ട്. പറഞ്ഞ പോലെ അതും ശരിയാ. എന്നാ പിന്നെ ഞാനും വരാം. കോരെ സാറിനെ കണ്ടു ഒത്തിരി നാളായി. അതല്ല, ചാണ്ടിച്ചായ ഇപ്പൊ വന്നാൽ ശരിയാവുകയല്ല. അനിയച്ചാർക്ക് വാഴക്കാര്യത്തിൽ ശ്രദ്ധ കുറവാ. ചാണ്ടിച്ചായ വന്നാ നമ്മുടെ ഇതുവരെയുള്ള അധ്വാനം ചുമ്മാ പാഴായി പോകും. ചാണ്ടിച്ചായ ചേടാ, ഇതെന്നാ പണികളാ പോയി? നിങ്ങളില്ല, ഞാൻ എങ്ങനെ അവിടെ കഴിയുന്നേ? 1-2 ദിവസത്തേക്കല്ലേ ചായ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ പറന്നിങ്ങെത്തില്ലേ. ശരി ശരി. എന്നതായാലും ഇത് വലിയ കൊലച്ചതി ആയിപ്പോയി. പിന്നെ ഒരു കാര്യം, 2 ദിവസം എന്ന് പറഞ്ഞാൽ 2 ദിവസം അറിയാമല്ലോ. 4-5 ദിവസം കഴിഞ്ഞാൽ ഇവിടെ അമ്പലത്തിലെ ഉത്സവാ. അത് നമുക്കൊന്ന് കലക്കി പൊരിക്കണം. എന്നാ വേഗം ചെല്ല്. ചെല്ലടാ. ചാണ്ടിച്ചായ ഇതെന്നാ കൊച്ചു പിള്ളേരെ പോലെ? ചുമ്മാ കയറാതെ. 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഇനി വരത്തില്ലയോ? പോയട്ടെ, 2:30 വണ്ടി പിടിക്കണം. ചെല്ല്. നേരം കളയാണ്ട് പോടാവേ. അപ്പൊ ശരി. ആനിയല്ലേ? അതെ. ആരാന്ന് മനസ്സിലായില്ല. അത് മോശമായി പോയി. എനിക്ക് ആനി എത്ര പെട്ടെന്നാ മനസ്സിലായത്? ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല. ഞാനിപ്പോഴാ ആനിയെ കാണുന്നേ. എന്നിട്ട് അങ്ങനെ എനിക്ക് മനസ്സിലായി? വല്യമ്മച്ചി എന്തിയേ? ജോണിച്ചായ, അത് ശരി. രണ്ടാള് കയറി പരിചയപ്പെട്ടോ? ആള് ഞെട്ടിയിരിക്കേ. ഒരു മുഖപരിചയം ഇല്ലാത്തവൻ കയറി വന്ന് ആനില്ലയോന്ന് ചോദിച്ചാ പിന്നെ ഇച്ചായൻ ആരാന്ന് പറയാതെയോ? അതെ ചേച്ചി. അപ്പൊ കൊച്ചു പിന്നെ എന്തോ ചെയ്യും? എങ്കിൽ ഞാനിതാ പരിചയപ്പെടുത്തുന്നു. ഇതാണ് എന്റെ സാക്ഷാത് ജോണിച്ചായൻ. അല്ല, ഇച്ചായൻ മൈസൂരിൽ നിന്ന് വരുന്ന വഴിയാ? അതെ അതെ. വഴിയിൽ എന്നാ മണ്ണും പൊടിയാ. ഒന്ന് കുളിക്കണല്ലോടി. അതിനെന്നാ? ഇച്ചായൻ വന്ന് ഉടുപ്പൊക്കെ ഒന്ന് മാറ്. എങ്കിൽ പിന്നെ കുളി കഴിഞ്ഞിട്ട് കാണാം.